നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തൃക്കാവ് അമ്പലത്തിലെ നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള വൈകുന്നേരത്തെ ചെണ്ടമേളം, നാദസ്വരം, പിന്നെ അവിടുത്തെ ദീപാലങ്കാരം, അതായത് ദീപാരാധന, പിന്നെ അവിടെയുള്ള ആളുകൾ, ഇതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ ചെറുപ്പം തൊട്ടിട്ട് സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ടിട്ട് നമ്മൾ നമ്മുടെ അയൽവക്കത്തുള്ള ഫ്രണ്ട്സ്, ഗേൾസ്, ബോയ്സൊക്കെ ആയിട്ട്, പ്രത്യേകിച്ച് കൂടുതൽ ഗേൾസൊക്കെ ആയിട്ടാണ്, ബോയ്സ് ഉണ്ടാവാറില്ല, അയൽവക്കത്തെ കുട്ടികളായിട്ട് 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 9, 10, +1, +2, ഡിഗ്രിക്കൊക്കെ പിന്നെ അയൽവക്കത്തുള്ള സ്ത്രീകൾ, പിന്നെ അവരൊക്കെ പിന്നെ വലുതായി, പിന്നെ ഓരോരുത്തരെ കല്യാണം കഴിച്ച് കൊണ്ടുപോയി. പിന്നെയുള്ള അയൽവക്കത്തെ ഫ്രണ്ട്സുകളുണ്ട്, അവരൊക്കെ ആയിട്ട് അമ്പലത്തിൽ, ഗേൾ ഫ്രണ്ട്സ് ആയിട്ട് എപ്പോഴും അമ്പലത്തിൽ വരാറുള്ളതാണ്. ഞങ്ങൾക്ക് ഒരു 1.5 കിലോമീറ്റർ ഒക്കെ ഞങ്ങളെ വീട്ടിൽ നിന്ന് കൊല്ലംപടിക്കുന്ന് നടക്കാനുള്ള ദൂരം ഉണ്ടാവും. 1.5 കിലോമീറ്റർ അങ്ങോട്ടും 1.5 കിലോമീറ്റർ ഇങ്ങോട്ടും നടക്കും. എന്നിട്ട് സ്കൂളിൽ പോവും. പിന്നെ രാവിലെ വരും, രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ വരും. പിന്നെ സ്കൂളിൽ പോകുന്ന നേരത്തേക്ക് മുല്ലപ്പൂവും ജമന്തിപ്പൂവൊക്കെ വാങ്ങി തലയിൽ വെച്ച് പോകും. അങ്ങനത്തെ ഒക്കെ ഓർമ്മകളാണ് നമ്മൾ തൃക്കാവിലെ അമ്പലത്തിലെ നവരാത്രി വരുമ്പോൾ നമുക്ക് ഓർക്കാനുള്ളത്. പിന്നെ നമ്മളൊപ്പം പോയിരുന്ന ഫ്രണ്ട്സുകൾ, അയൽവക്കത്തെ വീട്ടിലെ ഫ്രണ്ട്സ്, പെൺകുട്ടികൾ, നമ്മളെക്കാളൊക്കെ ചെറുതാണ് അവർ, പക്ഷെ നമ്മൾ ആണ് വലുത്. അവരെക്കാളൊക്കെ സീനിയർ. എൻ്റെ ലീഡർഷിപ്പിലാണ് രക്ഷിതാക്കളൊക്കെ നമ്മളെ ഒപ്പം അവരെ പറഞ്ഞയക്കുക. അതൊക്കെ നമ്മളെ ഓർക്കുന്നു. അവർ ഭയങ്കര രക്തബന്ധത്തെക്കാളും സ്നേഹബന്ധമാണ് അയൽവക്കക്കാരായിട്ട് നമുക്കിപ്പോഴും ഉള്ളത്. ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് നമ്മളെ കൊല്ലംപടിയിലുള്ള ആൾക്കാരൊക്കെ. അവരൊക്കെ ഇപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ ചിലവരൊക്കെ കാണും. ഇപ്പോൾ കുറേ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പം നവരാത്രി ആഘോഷം തൃക്കാവിലെ ഗംഭീരമാണ്. 10 ദിവസം ചെണ്ടമേളം, ഈ ഭക്ഷണം എല്ലാം വളരെ കെങ്കേമമാണ്. പിന്നെ അപ്പോൾ നമ്മൾ എടുത്ത വീഡിയോ ആണ് നിങ്ങളെ കാണിച്ചു വെച്ച വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയായി അടുത്ത ദിവസം വരെ. അതുവരെ ടാറ്റ, ബൈ ബൈ.